അനാഥാലയം നല്ലൊരു സങ്കേതമാണ്. അനാഥാലയം എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളില്ലാതെ വളരുന്ന കുട്ടികൾക്ക് ഒരു താങ്ങും തണലുമൊക്കെയാണ്. പക്ഷേ അനാഥാലയത്തിൻ്റെ മറവിൽ അനാശാസ്യം നടത്തുന്ന ആളുകൾ കേരളത്തിലുണ്ട്. പണ്ട് ഞാൻ മലയാള മനോരമയിൽ ജോലി ചെയ്യുമ്പോൾ, മനോരമ ന്യൂസിൽ വർക്ക് ചെയ്യുമ്പോൾ ഹരിപ്പാടിനടുത്ത് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. ആ അനാഥാലയത്തിൽ അനാശാസ്യം നടക്കുന്ന സംഭവം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ഉള്ള അന്തേവാസി പെൺകുട്ടികളെ ഈ അനാഥാലയം നടത്തിപ്പുകാരി മറ്റ് പലർക്കും കാഴ്ചവെച്ച് കാശുണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അന്നത് വലിയ വാർത്തയാവുകയും അവിടെ പോലീസ് റെയ്ഡൊക്കെ നടത്തിയിരുന്നു. അത് ഒരു നൃത്ത സ്ഥാപനവും ദൈവത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അനാഥാലയമായിരുന്നു. അതിൻ്റെ മറവിൽ ആയിരുന്നു ഈ അനാശാസ്യം നടന്നിരുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നടന്ന ഒരു അനാഥാലയത്തിൻ്റെ മറവിൽ നടന്ന മറ്റൊരു വലിയ വമ്പൻ ചതിവും തട്ടിപ്പുമാണ്. അനാഥാലയത്തിൽ ധാരാളം പെൺകുട്ടികളുണ്ട്. അതിലൊരു പെൺകുട്ടി 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ നടത്തിപ്പുകാരിയുടെ മകൻ തന്നെ ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, ലൈംഗികമായി ഉപയോഗിക്കുന്നു. പിന്നീട് പെൺകുട്ടിക്ക് 18 വയസ്സായി 13 ദിവസം കൂടി കഴിയുമ്പോൾ അയാൾ തന്നെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. ഈ കല്യാണം കഴിച്ചു, അവർ ജീവിച്ചു, അതൊന്നും പ്രശ്നമാകുന്നതേയല്ല. കാരണം പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അതിൽ വലിയ ഒഫൻസ് ആണെങ്കിൽ പോലും അത് മറ്റാരും അറിയാതിരിക്കുകയും അവർ വിവാഹം കഴിക്കുകയും ജീവിക്കുകയും ചെയ്തുവെങ്കിൽ വലിയ കോളുകളൊക്കെ ഒന്നും ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ ഇത് ഈ അനാഥാലയ നടത്തിപ്പുകാരി അവരുടെ ബിസിനസ്സിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടി അത് വലിയ വാർത്തയാക്കി, വലിയ സംഭവമാക്കി, അടച്ച് വെടിവെച്ചു. അവർ എല്ലാ ആളുകളെയും, എല്ലാ ചാനലുകാരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അനാഥാലയത്തിലെ അന്തേവാസിയായ ഈ 18 വയസ്സ് തികഞ്ഞ പെൺകുട്ടിയെ എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോകുകയാണ്. ദാ പോയില്ലേ, അനാഥാലയം നടത്തിപ്പുകാരി സ്റ്റാറായി, അവരുടെ മകൻ അതിനേക്കാൾ വലിയ താരശോഭയിലെത്തി. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് അകമഴിഞ്ഞ് പിന്തുണ. ഈ സോഷ്യൽ മീഡിയ പിന്തുണയൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് മറ്റൊരു ബിസിനസ് പൂതി മനസ്സിലുദിച്ചു. എന്താണ്? സ്വന്തമായ ഒരു യൂട്യൂബ് സംരംഭം. അങ്ങനെ ഈ അനാഥാലയ നടത്തിപ്പുകാരിയും മകനും മകളും എല്ലാവരും കൂടി ചേർന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. എന്നിട്ട് ഈ ചില യൂട്യൂബർമാരൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ വിശേഷങ്ങളും, കുട്ടി പ്രസവിച്ചാൽ വിശേഷം, കുട്ടിക്ക് നൂലുകെട്ട് വിശേഷം, ചോറൂണ് വിശേഷം, അങ്ങനെ A to Z വിശേഷങ്ങൾ യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാൻ തുടങ്ങി. 8ാം മാസത്തിൽ ഈ പെൺകുട്ടി പ്രസവിച്ചു. ഇതൊക്കെ സോഷ്യൽ മീഡിയ വിരുദ്ധന്മാർ, ഈ ആരാധകന്മാർ, ഭ്രാന്തന്മാരുണ്ടല്ലോ, ഭ്രാന്തന്മാരും ചില അല്ലാത്ത ഞരമ്പുകളുമൊക്കെ, ഇവരിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. 8 മാസം മുമ്പ്, അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജൂൺ ആദ്യവാരം പ്രസവിക്കുമോ എന്നായിരുന്നു സോഷ്യൽ മീഡിയ വിരുദ്ധന്മാരുടെ കണക്കെടുപ്പ്. അപ്പോൾ പ്രസവം 8ാം മാസം നടന്നുവെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി. ഇവരുടെ വീഡിയോയുടെ താഴെ വ്യാപകമായ കമൻറ്റ്, 8ാം മാസത്തിൽ എങ്ങനെ പ്രസവിച്ചു. അപ്പോൾ ഇവരുടെ അടുത്ത വീഡിയോ വന്നു, എന്താണ്, കുട്ടിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, മാസം തികയാതെ പ്രസവിച്ചതാണ് എന്നൊക്കെ ആയിരുന്നു ഈ അനാഥാലയ നടത്തിപ്പുകാരിയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ കമൻറ്റുകളും അഭിമുഖങ്ങളുമൊക്കെ. അപ്പോൾ കുട്ടിയുടെ മുഖവും ഇവരങ്ങ് കാണിച്ചു. അതായത് കുട്ടി തുടുതുടുത്ത് ഇരിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, സോഷ്യൽ മീഡിയ ഈ കമൻ്റൊക്കെ ഇടുന്ന ആളുകൾ കമൻറ്റ് ചെയ്തു, കുട്ടിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ മാസം തികഞ്ഞ് പ്രസവിച്ചതാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ കമൻറ്റ്. ഈ കമൻറ്റും ഈ വൈറൽ വീഡിയോയൊക്കെ ആര് കണ്ടു? പത്തനംതിട്ടയിലെ ശിശുക്ഷേമ സമിതി പ്രവർത്തകരിൽ ആരോ ഒരാൾ കണ്ടു. അവർ ഒന്ന് അന്വേഷിച്ചപ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് പുറത്തു വരുന്നത്. എന്തായിരുന്നു സംഭവം? ശിശുക്ഷേമ സമിതിക്കാർ ആദ്യം ഈ 18കാരിയുടെ മൊഴിയെടുത്തു. എന്താ മോളെ സംഭവിച്ചതെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നെ ഈ ചേട്ടൻ, എൻ്റെ ഭർത്താവ് ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയെ കല്യാണത്തിന് മുമ്പ് ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ച് അതിനുശേഷമാണ് പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നത്. പ്രായപൂർത്തിയായ അതേ ദിവസം എന്നാണ് പെൺകുട്ടി മൊഴി കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് വന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായി, 18 വയസ്സായി. 18 വയസ്സായി 13 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അങ്ങനെ ആ പെൺകുട്ടിക്ക് ജീവിതമായി. അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അപ്പോൾ ശിശുക്ഷേമ സമിതിക്കാർ വിചാരിച്ചു, ഒന്നെങ്കിൽ മെഡിക്കൽ പരിശോധനയൊക്കെ നടത്താം. അങ്ങനെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ പരിശോധനാ ഫലം പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നും തെറ്റ്. പെൺകുട്ടി ഗർഭിണിയായത് 18 വയസ്സ് തികയുന്നതിന് മുമ്പെയാണ് പെൺകുട്ടി ഗർഭിണിയായതെന്നായിരുന്നു കണ്ടെത്തൽ. അവിടെയാണ് അനാഥാലയ നടത്തിപ്പുകാരിയും മകനുമൊക്കെ പെട്ടത്. ഇതിനിടയ്ക്ക് അനാഥാലയ നടത്തിപ്പുകാർ മറ്റൊരു സംഭവം കൂടി ചെയ്തു. ഇങ്ങനെ എല്ലാവരും ഭയങ്കര പബ്ലിക് സപ്പോർട്ടൊക്കെ കിട്ടുകയല്ലേ, എന്നാൽ പിന്നെ എനിക്കൊരു കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെ അനാഥാലയ നടത്തിപ്പുകാരിയും ഒരു കല്യാണം കഴിച്ചു. അതും വലിയ വാർത്തയായി, ആവേശമായി, വൈറൽ വീഡിയോ ഒക്കെ ആയി. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എനിക്കിപ്പോൾ അവരുടെ പേര് മറ്റ് വിവരങ്ങളൊന്നും കാണിക്കാൻ നിർവാഹമില്ല. കേസ് പോക്സോയാണ്. അതുകൊണ്ട് ആരുടെ മുഖമോ സ്ഥലമോ ഒന്നും പറയാൻ പറ്റില്ല. ജില്ല മാത്രം പറഞ്ഞ് വിശേഷം പറയാൻ മാത്രമേ എനിക്ക് നിയമപരമായുള്ള
അനുവാദം ഉള്ളൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി എന്നെക്കാൾ ഉപരി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പരിജ്ഞാനമുണ്ടാകും. ഈ ആളുകളുടെയൊക്കെ മുഖമൊക്കെ നിങ്ങൾക്ക് സുപരിചിതവും ആയിരിക്കും എന്ന് എനിക്ക് നന്നായി അറിയാം. ഏതായാലും ഈ അനാഥാലയം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാക്കി മാറ്റാനുള്ള ഏർപ്പാടല്ല എന്ന് ഇവരൊക്കെ മനസ്സിലാക്കണം. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, മറ്റാരും നോക്കാനില്ലാതെ, രക്ഷിതാക്കളില്ലാതെ, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ അലഞ്ഞു പോകുന്ന ബാല്യങ്ങൾ, അവരൊക്കെ ആണ് അശരണരായി വന്ന് ആലംബഹീനരായി വന്ന് കൈനീട്ടുന്നത്. അവരെയൊക്കെയാണ് അനാഥാലയങ്ങളിൽ, നമുക്കറിയാം നന്നായി നടക്കുന്ന ഗാന്ധി ഭവൻ, അവരെയൊക്കെ നമുക്കറിയാം. അതുപോലെ നമ്മുടെ ശിശുക്ഷേമ സമിതികൾ ഒരു തരത്തിൽ അനാഥാലയമാണ്. ശ്രീചിത്ര പൂർവ്വം നമുക്കറിയാം. അവിടെയൊക്കെ അനാഥരായ ഒരുപാട് ആളുകൾ അന്തേവാസികളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് മൈൻഡും ഇല്ലാതെ എല്ലാം ചാരിറ്റിയുടെ ഭാഗമായി നടത്തുന്ന ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവിടെയാണ് ഇമാതിരി ഉളുപ്പുകുത്തിയ നന്മ മരങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വരുന്നത്. എല്ലാം ബിസിനസ്, വ്യവസായം, അനാഥാലയവും വ്യവസായം. ചിലർ 5 നില കെട്ടിടം 10 നില കെട്ടിടം കെട്ടാൻ പിരിവ്, അതൊക്കെയാണ് വലിയ ബിസിനസ്സാണ്. ഇവർക്കൊക്കെ വലിയ വരവാണ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമ്മുടെ കയ്യിൽ അതിൻ്റെ കണക്കൊന്നുമില്ല. ഏതായാലും അനാഥാലയത്തിൻ്റെ മറവിൽ ഇങ്ങനെ വമ്പനൊരു ക്രൂരത ആ പെൺകുട്ടിക്ക്, അവർ ആശ്രയമില്ലാതെ വന്നു ചേർന്ന പെൺകുട്ടിയെ അവർ കല്യാണം കഴിച്ചു, അതൊക്കെ വാസ്തവം തന്നെയാണ്. അതിനൊന്നും നമ്മൾ തെറ്റു പറയുന്നില്ല, അതൊക്കെ അവരുടെ നന്മയായിരിക്കാം. പക്ഷേ 18 വയസ്സ് തികയുന്നതിന് മുൻപേ ഒരു പെൺകുട്ടി പീഡനത്തിന് ഇരയായി ഗർഭിണിയായി എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് തെറ്റാണ്. ആ തെറ്റിലേക്ക് വഴിവെച്ചത് ഈ അനാഥാലയം എന്ന ബിസിനസ് സ്ഥാപനമാണ്. അതിന് നടത്തിപ്പുകാരിക്ക് വന്ന വീഴ്ചയാണ്. അതിന് ആരൊക്കെ കൈയടിച്ച് സപ്പോർട്ട് ചെയ്താലും പിന്തുണച്ചാലും നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. അയാൾക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. ആ കേസ് ഏത് ഗതിയാകുമെന്ന് നമുക്കറിയില്ല. ഏതായാലും പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട്. അക്കാര്യം വളരെ സഗൗരവം പോലീസ് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.